പ്രത്യക്ഷ സമരവും വേണം, പരോക്ഷ സമരവും വേണം, ആശയപ്രചരണവും വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാമ്പസുകളിലും വേണം, ഓരോ വിദ്യാർത്ഥികളും എത്തണം. വെറുതെ ഒരു സമരം മാത്രമല്ല, ഈ എല്ലാം ചേർന്നുകൊണ്ടുള്ള അതിവിപുലമായ ഒരാശയ തലം കൈകാര്യം ചെയ്യാനാവണം. കാരണം ഇതിന് ഒരു ദീർഘകാലവും ഹ്രസ്വകാലവും രണ്ടുമുണ്ട്. RSSൻ്റെ പദ്ധതിയാണ്. ഹ്രസ്വകാല പദ്ധതിയുണ്ട്, സുദീർഘകാല പദ്ധതിയുണ്ട്. ഇവിടെ ഈ വർഗീയവൽക്കരണം എന്നുള്ളത് ഒരു സുദീർഘകാലത്തേക്കുള്ള പദ്ധതിയായിട്ടാണ് RSS പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് ഒരു നിമിത്തമായി ഇപ്പോൾ ഗവർണറെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് നല്ലതുപോലെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടണം, നല്ല പ്രചരണം പോകണം. ആശയരംഗത്ത് നല്ല പ്രചരണം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ല, കേസായിട്ട് തുടരാം, കേസുണ്ടല്ലോ, കേസ് തുടരട്ടെ. അതവരടുത്തൊരു നിലപാട് എന്താ പറഞ്ഞാൽ വൈസ് ചാൻസലർമാർ ഇല്ലാതിരിക്കുന്നത് പ്രശ്നമാണല്ലോ എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. നടക്കട്ടെ, കേസ് നടക്കട്ടെ. ഗവർണറുടെ വിമർശനത്തിന് യഥാർത്ഥത്തിൽ അവർ മുതിരാതിരുന്നതിൻ്റെ ഒരു കാര്യം, അവർക്കും അതിൽ പങ്കുണ്ടായിരുന്നു. ഓരോ പോസ്റ്റിലും ഓരോരാളെയും ഇരുണ്ടാളെയൊക്കെ നിശ്ചയിക്കുമ്പോൾ അത് സെനറ്റായാലും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് ആയാലും ഓരോന്നിൻ്റെയും ഭാഗമായിട്ട് അവർക്ക് കൂടി, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾക്ക് കൂടി ഇതിൽ പങ്കാളികളാവാൻ സാധിച്ചിരുന്നു. ഇപ്പോഴേ ശുദ്ധമായ രീതിയിൽ അത് RSSൻ്റെ മാത്രമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് നമുക്ക് പ്രതിഷേധം പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നു ഞാൻ പറയുന്നില്ല, പ്രതീക്ഷിക്കാം. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു CPM ആണ്, BJPക്കാരൻ്റെ ഒന്നാം നമ്പർ ശത്രു CPM ആണ്. അങ്ങനെയുള്ളൊരു ആശയ ഐക്യം ഇവിടെയുണ്ട്. അതാണ് ഞങ്ങളതിനെയാണ് മഴവിൽ സഖ്യം എന്ന രീതിയിൽ പറയുന്നത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഏതാണ്ട് 1957-59 കാലഘട്ടത്തെ പോലെ ഒരിടതുപക്ഷ വിരുദ്ധ ഐക്യം രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോവുകയാണ്. അതിനെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകണം. അങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ ചേലക്കര വിജയം കൂടി ഉള്ള പശ്ചാത്തലത്തിൽ മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അനിവാര്യമാണ്. അതാണ് ഇതെല്ലാം എത്തിച്ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം. അതാണ് രണ്ടാം ടേമല്ലേ ആയത്. ഇനി മൂന്നാമത്തെ ടേം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അനിവാര്യമാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, എന്തൊക്കെയാണോ വേണ്ടത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്. ശക്തിയായ നിലപാട് സ്വീകരിക്കണം. ആയിരക്കണക്കിന് ആളുകൾ ഇന്നിപ്പോൾ ഒരു പത്രം 10,000 എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. 10,000 അല്ല, അതിലധികം ഉണ്ടാവുന്നതാണ് ഇപ്പോൾ പറയുന്നത്. തെറ്റായ രീതിയിൽ പെൻഷൻ പറ്റേണ്ട ഒരു കാര്യം. 1,600 രൂപ പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന പെൻഷൻ പദ്ധതി ഏതാണ്ട് 11,000 കോടി രൂപയാണ് ഗവൺമെൻറ് അതിനു വേണ്ടി ചിലവാക്കുന്നത്. ആ പദ്ധതിയിൽ കൈയിട്ട് വാരാനുള്ള ശ്രമം ഒരു തരത്തിലും നമുക്ക് അനുവദിക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്. അല്ല, അതിന് ശേഷം മാത്രമല്ല, അതിൻ്റെ മുമ്പും ഇതിലുണ്ട്. പല പ്രാവശ്യം പരിഷ്കരിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ എല്ലാ പരിഷ്കരണവും നടത്തിയിട്ട് അവസാനം നോക്കുമ്പോഴും ഇപ്പോഴും ഈ പറയുന്ന പോലെ 1,400-ലധികം ജീവനക്കാർ തന്നെ പെൻഷൻ വാങ്ങുന്ന സ്ഥിതി ഉണ്ട്. അല്ലല്ല, പാർട്ടിയുടെ വിലയിരുത്തലല്ല, ഞാൻ പത്രത്തിൽ കണ്ടു എന്ന് പറയണ്ട പറഞ്ഞത്. ഇനി പാർട്ടി ഇത്രയേ കണ്ടിട്ടുള്ളൂ എന്ന് ഇവനെ പറയണ്ട, അതിലും അധികമായിരിക്കുന്ന എൻ്റെ വിചാരം. കണക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, 10,000 എന്ന് പറയുന്നത് ഇന്ന് ഒരു പത്രത്തിൻ്റെ ബാനർ ഹെഡിങ് കണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 1,400 അല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ കണക്കിൻ്റെ അകത്ത് 4 കുറഞ്ഞ് 10 കൂടി പോയതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് പെൻഷൻ വാങ്ങുന്നവരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയല്ലാത്ത രീതിയിൽ അത് തിരുത്തപ്പെടേണ്ട ഒരു പ്രവണത തന്നെയാണ്. ആര് ആവേശികമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണോന്നല്ലേ പച്ച മലയാളം? ചിലപ്പോൾ ആയിരിക്കും, സാധ്യതയുണ്ട്. അതും തള്ളിക്കളയണ്ട.
പക്ഷേ ഇനി അത് പർവ്വതീകരിച്ച് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് അനർഹർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നുള്ള വാർത്ത നാളെ കൊടുക്കണ്ട. അതാണല്ലോ നമ്മൾ ഒരു ദുര്യോഗം. കൊല്ലത്ത് ആ പാർട്ടിയുടെ ശ്രദ്ധയിലുണ്ട്. ഞങ്ങളെ പാർട്ടി വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പോൾ ഈ ഉണ്ടായ തെറ്റായ പ്രവണതകളെ ഒന്നും പാർട്ടിയുടെ ഭാഗമായിട്ട് നിലനിർത്താൻ അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറാവുന്ന നിലപാട് സ്വീകരിക്കില്ല. അപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ കൈകാര്യം ചെയ്യപ്പെടും എന്ന് നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കും. എന്തെല്ലാമാണോ അതെല്ലാം തെറ്റായ പ്രവണത മുഴുവൻ ഇപ്പോൾ വിശദീകരിക്കാൻ പുറപ്പെട്ടാൽ ഈ പത്രസമ്മേളനം തീരില്ല. വിശദീകരിക്കണമോ ഞാൻ വിശദീകരിക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ പത്രസമ്മേളനത്തിൽ നടക്കില്ല അത്. ആരൊക്കെയാണോ എന്തൊക്കെയാണോ എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണ വെച്ചുകൊണ്ട് കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. തെറ്റായ ഒരു പ്രവണതയും പാർട്ടിക്കകത്ത് വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പാർട്ടി വെറുതെ പറയുന്നതല്ല, അത് അക്ഷരം പ്രതി നടപ്പിലാക്കുകയും ചെയ്യും. സംഭവങ്ങളൊക്കെ ഉണ്ടാകാണ്ടിരിക്കില്ല. സംഭവങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. സംഭവങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ മെറിറ്റ്. അപ്പോൾ കൃത്യമായി അതിൻ്റെ മെറിറ്റിൽ പാർട്ടി കൈകാര്യം ചെയ്യും. അതൊക്കെ നമുക്ക് എടുക്കാം. എല്ലാ കാര്യമുണ്ട്. അല്ല, വിഭാഗീയത എന്ന് പറയുന്നത് ഇപ്പോൾ വേറെ എവിടെയോ അതാത് സ്ഥലത്തുള്ള വിഭാഗീയത മാത്രമേ ഉള്ളൂ. മറ്റ് സംസ്ഥാനാടിസ്ഥാനത്തിലോ ജില്ലാടിസ്ഥാനത്തിലോ ഒന്നും വിഭാഗീയതൊന്നും ഇപ്പോൾ കേരളത്തിലെവിടെയും പാർട്ടിക്കകത്തില്ല. ചില തെറ്റായ പ്രവണതകളുണ്ട്. ആ പ്രവണതകളെ തിരുത്തിക്കൊണ്ട് മാത്രമേ പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് പാർട്ടി കണ്ടിട്ടുണ്ട്. അതിലൊരു കേന്ദ്രമാണ് ഈ കരുനാഗപ്പള്ളി. അവിടെ 17 ഏരിയ കമ്മിറ്റികളുണ്ട്. 17 ഏരിയ കമ്മിറ്റിയും ഫലപ്രദമായിട്ട് സമ്മേളനം നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ഏരിയ കമ്മിറ്റി ഇമാതിരിയുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് ഫലപ്രദമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് നേരിട്ട് വരുന്നേ.